കണ്ണൂരിൽ പാർട്ടി വിട്ട ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് മനു തോമസിനെതിരെ ഭീഷണിയുമായി ഷുഗൈ വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട എന്നാണ് ഫേസ്ബുക്കിലെ പോസ്റ്റിലെ വാണിംഗ്. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഭീഷണിയിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഉദാരമനസ്കതയോടെ നീക്കം ചെയ്തുവെന്നും വാർത്ത. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ, യഥാർത്ഥത്തിൽ ഈ തില്ലങ്കേരി തീരുമാനിച്ചിറങ്ങിയെന്ന് തോന്നുന്നു, പറയൂ. ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ പാർട്ടി വിട്ട മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസ് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിൽ ചില നേതാക്കൾക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധമുണ്ട് എന്ന ആരോപണമടക്കം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ മനു തോമസിനെ തള്ളി പി ജയരാജൻ, CPIM സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചു. അതിന് മനു തോമസ് മറുപടിയും എഴുതി. സംവാദത്തിന് വെല്ലുവിളിച്ചായിരുന്നു ആ മറുപടി. പി ജയരാജനെതിരായ ഗുരുതരമായ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പഴയ PJ ആർമിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഭീഷണിയുമായി രംഗത്ത് വന്നത്. അതിൽ നേരത്തെ മനു തോമസ് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിയപ്പോൾ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി പങ്കുവച്ച പഴയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കമന്റ്, ആകാശ് തില്ലങ്കേരിയുടെ ഒരു ഭീഷണി കമന്റ് ഉള്ളത്. ആകാശ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. അതിൻ്റെ അർത്ഥം വരികൾക്കിടയിൽ വായിക്കണം. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതൊക്കെയാണ് ആ കമന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പോസ്റ്റ് പിന്നീട് ഡിവൈഎഫ്ഐ നേതാവ് നീക്കം ചെയ്തു. ആ കമന്റും നീക്കം ചെയ്തു. പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ വാർത്തയുടെ കൂടെ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഒപ്പം സൈബർ യുദ്ധവുമായി പഴയ PJ ആർമി, ആ PJ ആർമി പിന്നീട് റെഡ് ആർമി എന്ന് പേര് മാറ്റി. ആ റെഡ് ആർമി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേതാക്കളെ പരസ്യമായി അപമാനിക്കാൻ നിൽക്കരുത് എന്നൊരു വെല്ലുവിളിയും ഭീഷണിയുമാണ്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് മനു തോമസ് നടത്തിയത്. പാർട്ടിക്കുള്ളിലുള്ള ചിലർ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നു, അങ്ങനെ ചില സൈബർ ആൾക്കൂട്ടം പ്രവർത്തിക്കുന്നു, അവർക്കെതിരെയൊക്കെയാണ്. അവർ ഇപ്പോൾ മനു തോമസിനെതിരെ ഭീഷണിയുമായി സൈബർ ഇടത്തിൽ സജീവവുമാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് മനസ്സിലായത് TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ആരെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്.